അവനാത്മാവെ അഗ്നിനാളമായി അഭിഷേകാഗ്നിയായി എഴുന്നള്ളുക. വരിക, വാഴുക. ആത്മാവിൻ മാധുര്യമേ, വെളിവിൻ കതിരേ, ആത്മാവിൻ തണുപ്പേ, വസിക്ക. ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ, ജോഷുവ 3:5 നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ചില ആളുകളെ പരിശോധിച്ചാൽ മറ്റുള്ളവരിലേക്ക് കണ്ണുകൾ തിരിച്ചു വെച്ച് ശ്രദ്ധ കേന്ദ്രീകരിച്ച് വെച്ച് അവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് അവരുടെ കുറവുകൾ പ്രചരിപ്പിച്ച് താൻ തന്നെയാണ് പൂർണ്ണമായിട്ടുള്ളവനെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ തെളിയിക്കാനുള്ള വ്യഗ്രതയോടെ ഓടുന്ന മനുഷ്യരുണ്ട്. മറ്റുള്ളവർ കാണുക, പ്രാർത്ഥിക്കുക, ചിലപ്പോഴൊക്കെ ഭ്രാന്തമായ ചില ശൈലികളിൽ പെരുമാറിക്കൊണ്ടായിരിക്കും താൻ കഴിവുള്ളവനാണ്, എല്ലാവരേക്കാളും മികച്ചവനാണ് എന്നൊക്കെ പ്രദർശിപ്പിക്കുക. ഹൃദയശുദ്ധി വേണമെന്ന് കർത്താവ് വചനത്തിലൂടെ ആവശ്യപ്പെടുന്നുണ്ടല്ലോ. ഇവിടെ ജോഷുവ പ്രഘോഷിക്കുകയാണ്, തന്നെ തന്നെ ശുദ്ധീകരിക്കുക. കറയും കുറവുകളും പാപത്തിൻ്റെ ഇരുട്ടുമില്ലാത്ത വിശുദ്ധിയുടെ പ്രകാശമുള്ളവരായി വ്യാപരിക്കുക. അപ്പോൾ എന്തുണ്ടാവും? നമ്മുടെ ഇടയിൽ ദൈവം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന അത്ഭുതങ്ങൾ പ്രഭാതത്തിൽ വിരിയുന്ന പുഷ്പം പോലെ, സുഗന്ധവാഹിനിയായ പുഷ്പങ്ങൾ പോലെ നമ്മൾ സമൂഹത്തിൽ വളരെയേറെ സുഗന്ധവ്യാപികളായി മാറും. ഒന്നും പ്രത്യേകിച്ച് നമ്മളെ വെളിപ്പെടുത്താനുള്ള വ്യഗ്രതയൊന്നും കാണിക്കേണ്ട കാര്യമില്ല. ദൈവം അത്ഭുതങ്ങളിലൂടെ നിന്നിലെ നന്മകൾ, നിന്നിലെ വിശുദ്ധിയുടെ പരിമളം പരത്തും. ഹല്ലേലൂയ, ആവേ മരിയ, ആമേൻ.